നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. അപ്പോ നമ്മുടെ 3 കാര്യക്കാരും റെഡി ആയിട്ടുണ്ട്. നമുക്ക് പതുക്കെ സ്കിറ്റിലേക്ക് കയറിയാലോ? അതാണല്ലോ. സ്കിറ്റിലേക്ക് കയറുന്നതിന് മുമ്പ് ഇന്ന് കുറച്ച് വിശിഷ്ട അതിഥികളോട് നമ്മുടെ ഷോ കാണാൻ വന്നു. ശരി. കൂടാതെ അവർ ഏറ്റവും പുതിയ സിനിമയായ താനാര എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാനൊക്കെ ആയിട്ടാണ് അവർ 3 വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് അവരെ സ്വാഗതം ചെയ്താലോ? ഒത്തിരി സ്നേഹത്തോടെ ലെറ്റ്സ് വെൽക്കം വിഷ്ണു, ദീപ്തി സതി ആൻഡ് ചിന്നു ചാന്ദിനി. നമസ്കാരം. 3 പേർക്കും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. താങ്ക് യു കേട്ടോ. നമസ്കാരം. നമസ്കാരം. ഓ ഹായ്. താനാര അത് പറയാനേ ഞങ്ങൾ വന്നത്. അല്ല, വിഷ്ണു ഇപ്പൊ ഇരട്ടി സന്തോഷത്തിലാണ്. ഒന്ന് ഇടിയൻ ചന്തുവിന്റെ ഒരു വിജയവും അടുത്ത പടം ഇറങ്ങാൻ പോകുന്നു അല്ലേ? ഇല്ല, ഇരട്ടി സന്തോഷം ചിന്നുവിനാണ്. ഇരട്ടി സന്തോഷം, വിശേഷത്തിന്റെ സന്തോഷം, ഗോളത്തിന്റെ സന്തോഷം, അങ്ങനെ സന്തോഷം. ഇനിയിപ്പോ താനാര അതിന്റെ സന്തോഷം. അതിന്റെ സന്തോഷം ദീപ്തിക്കായിരിക്കും. ദീപ്തിയും ഹാപ്പിയാണ് അല്ലേ? അതെ, definitely, and I'm also happy for them. ഈ അടുത്ത് എന്തോ യോഗയുടെ എന്തോ ഒരു അവാർഡ് എന്തോ കിട്ടിയില്ലേ? Yes, I got like a recognition for Young Achievers Award in the South for acting. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് താനാര എന്ന് പറയുന്ന സിനിമയാണ്. അപ്പൊ നമുക്ക് ആ സിനിമയിൽ നിന്ന് തുടങ്ങാം. താനാരയുടെ വിശേഷങ്ങൾ വിഷ്ണുവിൽ നിന്ന് കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പറയൂ. താനാര ഒരു കോമഡി പടമാണ്. വേറെ എന്താ ഒരു വാക്ക് പറയുമല്ലോ നിങ്ങള്? No brainer comedy. നോ ബ്രെയിനർ. നോ ബ്രെയിനർ കോമഡി. അത് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലേ? എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഭയങ്കര താത്വികമായിട്ടൊന്നും കാണരുത്. ഈ തമാശ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ചുമ്മാ താൻ ആരാന്നുള്ള ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ അല്ലേ ആ പടത്തിന് അങ്ങനെ ഒരു ഫീലാണ് നമുക്ക് തോന്നുക. അപ്പോൾ അതെന്തായിരിക്കും താനാര? ഒന്ന് കണ്ടു നോക്കാവുന്ന സിനിമയാണ്. ഉറപ്പായിട്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചിരിച്ചിരിക്കും. അതിനുള്ള ഉണ്ട് അടിപൊളി. ബാക്കി വിശേഷങ്ങൾ നമ്മൾ പോകെ ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും. 3 പേർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. താങ്ക് യു. നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഹലോ ജീവ. അതെ ഞാൻ ആങ്കറിംഗ്. ഐ ആം ഇടിക്കുള ഫ്രം അമേരിക്ക. ഞാൻ വന്നതേ, ഞാൻ അമേരിക്കയിലോട്ട് കുറെ ആർട്ടിസ്റ്റുകളെ വെച്ചൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ആങ്കറിംഗ് ഒക്കെ നന്നായിട്ട് ചെയ്യുമല്ലോ അല്ലേ? അപ്പൊ ജീവയെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് എന്റെ പ്രോഗ്രാമിന്റെ ആങ്കറായിട്ട്. അക്കൗണ്ടിൽ 2 ലക്ഷം രൂപ വന്നാണ് കേട്ടോ. ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ? നമ്പരോ? അത് ഇവിടുത്തെ ഏത് പെമ്പിള്ളേർക്ക് ചോദിച്ചാലും കിട്ടും. വെറുതെ എന്തിനാ? പിന്നെ മെയിൻ ആയിട്ട് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ആ പ്രേം നസീറിനൊന്ന് വേണം. പ്രേം നസീർ? പ്രേം നസീർ അങ്ങ് എത്തിരിക്കുന്നു. അയ്യോ, ആ കൈയിട്ടിരിക്കുന്നതാണോ? അത് നസീർ സംക്രാന്തിയാണ്. അതിവിടെ കേരളത്തില് അങ്ങ് അമേരിക്കയിൽ പറഞ്ഞ കണ്ട മതാവന്മാരെ പുറകെ നടന്ന സിനിമാറ്റിക് ഡാൻസ് കളിയല്ലേ? അതുകൊണ്ടല്ലേ പ്രേം നസീർ നിട്ടത്. പുള്ളിയുടെ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, അതെനിക്ക് കിട്ടിയേ പറ്റൂ. നമുക്ക് പുള്ളിക്ക് അഡ്വാൻസ് കൊടുക്കുന്നുണ്ട്. സെന്ററിൽ ഇരിക്കുന്നത് പ്രചോദ്. അതെ, പുള്ളിക്ക് ഒരു ഓടക്കുടലും റിബണും കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു നാടോടി നൃത്തം ഉണ്ട്. അതവിടെ ഭയങ്കര വൈറലാന്നേ. നമ്മൾ ഇതൊന്നും ഇത് കണ്ടിട്ടില്ല ഇതുവരെ. അതിവിടെ കേരളത്തില് അവിടെ ക്ലാസ് വരെ തുടങ്ങി പുള്ളി. പിന്നെ ഹസീസ് കഴിഞ്ഞ ആഴ്ച അമേരിക്കയിൽ ഉണ്ടായിരുന്നല്ലോ. അവിടുത്തെ ഡാൻസ് പാറയിൽ ഊരിക്കൊണ്ടുവരാൻ ഞാൻ പെട്ട പാട് ദൈവമേ. എന്റെ ഒരു മാമിയുടെ മോൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ അവളെ കാണാൻ പോയി. പൊന്നസീസേ, പിന്നെ ഒരു കാര്യം, ഇവരെ എല്ലാ അഡ്വാൻസുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ പ്രോഗ്രാമിന്റെ റിഹേഴ്സൽ ഒരു ക്യാമ്പിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ കഥാപ്രസംഗത്തിന്റെ റിഹേഴ്സൽ നടക്കും. അമ്പനും രംഗനും തമ്മിലുള്ള റിഹേഴ്സൽ. അപ്പൊ വൈകുന്നേരം നിങ്ങൾ എല്ലാം കറക്റ്റ് സമയത്ത് എത്തണം. ഞങ്ങൾ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് അങ്ങോട്ട്. ഓക്കെ, എന്നാ പിന്നെ ശരി. സാറിന്റെ പേരെന്തായിരുന്നു? ഇടിക്കുള. നൈസ്. അങ്ങനെ ഒരു വെറൈറ്റി പേരാണല്ലോ. ഇപ്പൊ ഞാനൊരു പ്രോഗ്രാം സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോഗ്രാം കുളവാകുമ്പോൾ ആദ്യ ചെടി ഞാൻ തന്നെ അങ്ങ് ഇടിക്കും. അങ്ങനെ നാട്ടുകാർ എനിക്കിട്ട പേരാണ് ഇടിക്കുള. വേണോ? ശരി സാർ, ഞങ്ങൾ വൈകിട്ട് ക്യാമ്പിൽ വരാം. വരുമല്ലോ. അപ്പൊ താങ്ക് യു സാർ. അഡ്വാൻസ് കിട്ടിയിട്ട് വരാതിരിക്കല്ലേ? അമേരിക്ക ചാടിക്കളരുത്. വേറെ അണ്ണാ, അണ്ണ എന്താണ് തിരിഞ്ഞിരിക്കുന്നത്? അമ്പാന നീ അടുത്ത് മിണ്ടെന്നാ പറഞ്ഞത്. അണ്ണ എന്താണ് കാര്യം എന്ന് പറയണ? എന്താ കാര്യമെന്നോ? നീ അമിതാഭ് ബച്ചനെ വിളിച്ച്, നീ ഷാരൂഖ് ഖാനെ വിളിച്ച്, നീ പൃഥ്വിരാജിനെ വിളിച്ച്, പക്ഷെ എന്നെ മാത്രം നീ വിളിച്ചില്ല. അണ്ണ ഞാൻ എന്തിനു വിളിച്ചില്ലെന്നാണ് അണ്ണ പറയണേ? നിന്റെ മോന്റെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ലെന്ന്. എന്റെ മോന്റെ
അണ്ണ അമ്പാന്റെ മോന്റെ കല്യാണം അല്ല, അംബാനിയുടെ മോന്റെ കല്യാണമാണ് നടന്നത്. ആണ്. എന്നെ പോലും വിളിച്ചില്ല. അത് നീ ശ്രദ്ധിക്കണ്ട ആശാനെ. അണ്ണ ഞാൻ ശ്രദ്ധിച്ചു, എന്നെ ചെന്നിട്ട് അവര് കേട്ടില്ലണ്ണ. എനിക്കാരുമില്ല ഇവിടെ, എനിക്കാരുമില്ല. എന്റെ കള്ള് വേണം, എന്റെ പണം വേണം. പക്ഷെ ഈ റെങ്കിന് അമ്മ പോലുമില്ല, അമ്മ പോലും. സ്വന്തം അമ്മയെ കൊണ്ട് വൃദ്ധസദനത്തിലാക്കിട്ട് ഇപ്പൊ അണ്ണൻ അമ്മയില്ല. അമ്മ ഇവിടെ ഇല്ലെന്ന്. അമേരിക്കയിൽ നമുക്ക് പോകാൻ പറ്റിയിരിക്കുന്ന ഫസ്റ്റ് അവസരമാണ്. ആണ്. നമ്മൾ രണ്ടുപേരും നടത്തുന്ന കഥാപ്രസംഗം. അതെ. മുതലാളി നമുക്ക് ഇവിടെ റൂം എടുത്ത് തന്ന അമേരിക്കക്കാരൻ. നമ്മൾ പുള്ളി വരാൻ നേരത്ത് കറക്റ്റായിട്ട് നമ്മൾ പരിപാടി ചെയ്ത് കാണിച്ചു കൊടുക്കണം. എല്ലാം ഞാൻ നന്നായിട്ട് ചെയ്യും പറഞ്ഞേ. ആണല്ലേ? നീ ശ്രദ്ധിച്ച് നിൽക്കണുണ്ട് കൂടെ. ഞാൻ ശ്രദ്ധിക്കാണ്ട. ഓക്കേ. ഹലോ പുള്ളി വരുന്നു. അയ്യോ, ചെമ്പനും തുമ്പനും അല്ല, അമ്പാനും രംഗനും. ആരെങ്കിലും ആയിക്കോട്ടെ. സാറേ ഗുഡ് മോർണിംഗ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പ്യൂർ കേരള മലയാളി. നിങ്ങൾക്ക് ഇവിടെ പകലാണെങ്കിൽ എന്റെ അമേരിക്കയിൽ എനിക്ക് രാത്രിയില്ലേ, ഞാൻ ഉറങ്ങുന്ന സമയമല്ലേ, അതുകൊണ്ടാ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞത്. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ 2 ന്യൂ ഇയറിനും ഞാനാണ് അമേരിക്കയിലെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തത്. ഈ വർഷം നല്ലൊരു കഥാപ്രസംഗം സ്പോൺസർ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ആദ്യത്തെ വർഷം നാടകം വെച്ച് കേട്ടോ, അവരവതരിപ്പിച്ചു, അടികൊടുത്തു, പറഞ്ഞു വിട്ടു. രണ്ടാമത്തെ വർഷം ഗാനമേള, അടികൊടുത്തു, പറഞ്ഞു വിട്ടു. ഇനിയുള്ള അവസരം നിങ്ങൾക്കാണ്. അടി കിട്ടും നമുക്ക്. അണ്ണൻ പേടിക്കണ്ട, അണ്ണന്റെ ദേഹത്ത് തൊട്ടിട്ട് എന്റെ ദേഹത്ത് ആരെങ്കിലും തുറത്തോളൂ. ചെണ്ടയൊക്കെ ഉണ്ടല്ലോ അല്ലേ? അയ്യോ സാർ, ഇത് ചെണ്ടയല്ല, അത് തബലയാണ്. ചെണ്ട എന്തിനാണ്? കൊട്ടാൻ. ഇതെന്തിനാണ്? കൊട്ടാൻ. അപ്പൊ ഇത് ചെണ്ട. അപ്പൊ ഇതും ചെണ്ട. അത് ഹാർമോണിയാണെന്ന് എനിക്കറിയാലോ. അല്ലല്ല, ഇന്നലെ രാത്രി എനിക്ക് ഒഴിച്ചു വെച്ച പെഗ് ഇവനെടുത്ത് കുടിച്ച് ഇവനായിട്ട് ചെണ്ട. കോമഡിക്കാരനല്ലേ? അപ്പൊ നമ്മുടെ പ്രോഗ്രാം ആദ്യം നടക്കുന്നത് ഫ്ലോറിഡയിലാണ് കേട്ടോ. അമ്പാനെ, ഫ്ലോറിന്റെ ഇടയിൽ നമ്മൾ എങ്ങനെ സ്റ്റേജ് കിട്ടും? ചിലപ്പോ അവിടെ ഗ്യാപ്പ് കാണുന്നു. ഫ്ലോറിഡ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ്, സ്ഥലം. പിന്നെ നിങ്ങളുടെ കഥാപ്രസംഗത്തിന്റെ വിജയം ഇരിക്കുന്നത് ഞങ്ങൾ അമേരിക്കക്കാരുടെ ഈ കൈകളിലാണ്. പരിപാടി വിജയിച്ചാൽ ഞങ്ങൾ കൈയടിക്കും. അപ്പൊ പൊളിഞ്ഞാലാ കരണത്തടിക്കും. നിങ്ങൾ സംസാരിച്ചിരിക്കാൻ, നിങ്ങൾ കഥാപ്രസംഗം തുടങ്ങിയാട്ടെ. ഞങ്ങളും കുറെ വിദേശ രാജ്യത്തൊക്കെ പോയിട്ടുള്ളവരാണ്. എവിടെയാണ് പോയിട്ടുള്ളത്? ചെക്കോസ്ലാവാക്യയിലെ ഞങ്ങൾ പരിപാടിക്ക് പോയിട്ടുണ്ട്. എവിടെ? ചെക്കോസ്ലാവാക്യ. അതിന്റെ സ്പെല്ലിംഗ് പറ. അമ്പാനെ പറഞ്ഞു കൊടുക്ക്. ചെക്കോസ്ലോ. അണ്ണന് തെറ്റിയതാണ്, ഞങ്ങള് ഗോവയിലാണ് പോയത്. അത് മനസ്സിലായി. അടിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാനടിക്കും, അണ്ണനടിക്കും, തബല അടിക്കും. തബല എവിടെ? അവിടെ അടിക്കും. അതടിക്കില്ലേ? ഹാർമോണിയം അടിക്കൂല, അത് വായിക്കുകയല്ലേ ചെയ്യുന്നത്. അണ്ണൻ ഭയങ്കര കോമഡിയാണ്. അതല്ല, നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഞാൻ അമേരിക്കയിൽ നിന്ന് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. രണ്ടെണ്ണം കഴിച്ചിട്ട് നമുക്ക് തുടങ്ങാന്നേ. അതാണ് നല്ലത്. കഥാപ്രസംഗം തുടങ്ങുമ്പോ 2 അടിച്ചോണ്ടല്ലോ, നല്ല അടിപൊളിയായിരിക്കും. അല്ല അമ്പാനെ. കഴിക്കാം. അയ്യോ, 5 ലിറ്ററാ. അമ്പാനെ ഗ്ലാസ് എടുക്ക്. ഒഴിയണ്ണ അങ്ങോട്ട്. ഓക്കെ. തേൻ പോലെ ഇരിക്കുന്നല്ലേ? അതെ അതെ അതെ. സാറിന്? എനിക്ക് 2 പെഗ് മതി. നിങ്ങൾ കഴിക്കേ. സൂപ്പർ സാറാണ്. നിങ്ങൾ അധിക പ്രസംഗം കാണിക്കാൻ, നിങ്ങൾ കഥാപ്രസംഗം തുടങ്ങ്. കഥാപ്രസംഗം തുടങ്ങാം. അണ്ണനെ കുറിച്ച് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. സാറ് വന്നിറങ്ങി ബാംഗ്ലൂർ എയർപോർട്ടിലല്ലോ, അണ്ണന്റെ ആയിരുന്നു. അണ്ണൻ അവിടെയല്ലേ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നേ. ആണോ? എവിടെ കിടന്നുറങ്ങുന്നത്? ബസ് സ്റ്റാൻഡില്. അതെ, അണ്ണൻ തറയെ കിടക്കും, ഞാൻ ബെഞ്ചേ കിടക്കും. അമ്പാനെ, അണ്ണൻ ബെഞ്ച് തരത്തിലാണ്, എനിക്ക് നടുവേനയാണ്. നിങ്ങൾ എവിടെ സംസാരിക്കാൻ കഥാപ്രസംഗം നടത്തുന്നുണ്ടോ? കഥാപ്രസംഗം ആരംഭിക്കുന്നു. പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, കലാസ്നേഹികളെ, പ്രിയമുള്ളവരെ, പ്രിയമുള്ളവരെ, കലാസ്നേഹികളെ, ഏതെങ്കിലും ഒന്നിന് നിർത്തോ. പ്രിയമുള്ള കലാസ്നേഹികളെ, പ്രിയമുള്ള കലാസ്നേഹികളെ, രംഗനും അമ്പാനും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗത്തിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഈ പരിപാടിയിൽ അവതരിപ്പിക്കുന്ന ഈ 2 കലാകാരന്മാരെ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്തട്ടെ. തബല പ്രബലൻ, ഹാർമോണിയം ഹാർമോണിയൻ. ഞങ്ങളുടെ കഥയുടെ പേര് ഇല്ലൂമിനാട്ടി. ഇല്ലൂമിനാട്ടി, 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 ഇല്ലൂമിനാട്ടി. ആരാട്ടി? മീനാട്ടി. എങ്ങനെ ആട്ടി? ഇങ്ങനെ ആട്ടി. ആട്ടാളെ കഥാപ്രസംഗം ആട്ടാ നോക്കും. ഞങ്ങൾ കഥ ആരംഭിക്കും. ഞങ്ങളുടെ കഥ നടക്കുന്നത് അങ്ങ് ബാംഗ്ലൂരാണോ? അല്ല. കർണാടകയിലാണോ? അല്ല. കൽക്കട്ടയിലാണോ? അല്ല. അല്ല. എടാ കിഴങ്ങന്മാരെ, അങ്ങ് അമേരിക്കയിലല്ലേ നമ്മൾ കഥ നടത്താൻ പോണത്. അതിനല്ലേ ഞാൻ ഫ്ലൈറ്റ് പിടിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയത്. അല്ല സാർ, ഇത് നമ്മുടെ ഇതിനകത്തുള്ള ഒരു ട്വിസ്റ്റ് ആണ്. മനസ്സിലായി? ഫോർമാറ്റ് ആണ്. എന്റെ കഥ നടക്കുന്നത് മലകളും പുഴകളും മലരണി കാടുകളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ചന്ദനത്തോപ്പ് എന്ന കൊച്ചു ഗ്രാമം. ആ ഗ്രാമത്തിൽ 30 വർഷമായി കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്ത ഒരു അമ്മയുടെ കഥയാണ് ഞാൻ പറയുന്നത്. കുട്ടികളില്ലാതെ എങ്ങനെ അമ്മയാകും? അമ്പാനെ ശ്രദ്ധിക്കേ. ഞാൻ ശ്രദ്ധിച്ച എങ്ങനെയാണ് പിള്ളേരുണ്ടാവുന്നത്? അത് ശരിയാണല്ലോ. 30 വയസ്സുള്ള ഒരു മധ്യവയസ്കായ യുവതിയുടെ കഥയാണ് ഞാൻ പറയുന്നത്.
ആ യുവതി ഒരു ദിവസം രാവിലെ കുട്ടികളില്ലാത്ത വിഷമത്തിൽ ഇങ്ങനെ ഇരുന്ന് ലൂഡോ കളിക്കുകയാണ്. ആ കളിക്കുന്ന സമയത്തതാ പെട്ടെന്നൊരു കുട്ടി പറഞ്ഞു. അല്ല, അയ്യപ്പൻ. അയ്യപ്പൻ എന്നാണ് എന്റെ കഥാപാത്രത്തിന്റെ. അതെ, ഞങ്ങളുടെ കഥാനായകന്റെ പേരാണ് അയ്യപ്പൻ. അയ്യപ്പൻ വളർന്നു. അയ്യപ്പൻ ജനിച്ച ആ സന്തോഷത്തിൽ ആ നാട് മൊത്തം നന്മകനായി, ആ നാടിന്റെ പൊന്മകനായി അവൻ വളർന്നുകൊണ്ടിരുന്നു. നാടിൻ നന്മകനെ, പൊന്മകനെ, മുത്തായവനെ. നാടിൻ നന്മകനെ, പൊന്മകനെ, മുത്തായവനെ. നാടിൻ നന്മകനെ, പൊന്മകനെ, മുത്തായവനെ. ഇല്ലുമിനാട്ടി, 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 ഇല്ലുമിനാട്ടി. പ്രസവിച്ചതിന്റെ പിറ്റേ ദിവസം ഒരു അത്ഭുതം ആ വീട്ടിൽ സംഭവിച്ചു. എന്താണ് അത്ഭുതം? തലേന്ന് ജനിച്ച കുട്ടി പിറ്റേ ദിവസം അമ്മയോട് സംസാരിച്ചു. വീണ്ടും മിറാക്കിൾ. നമ്മുടെ ഈ കൊച്ചു കേരളം കണ്ട് ആ അമേരിക്ക ഞെട്ടണം. ഞങ്ങൾ ഞെട്ടിക്കും. ആ കുട്ടി അമ്മയോടായി ഇങ്ങനെ പറഞ്ഞു. അമ്മ, എന്താ മോനെ? എനിക്ക് വിശക്കുന്നു അമ്മ. എന്താ മോനെ? എനിക്ക് വിശക്കുന്നു. ഇത് കേട്ടതും അമ്മ നേരെ അടുക്കളയിലേക്ക് ഓടി. അവിടെ ഇരുന്ന് മാവെടുത്തു. എന്തുവാണ് മാവ് കുഴക്കണ്ടേ? മാവ് കുഴച്ചു. രണ്ട് സൈഡ് ഇങ്ങനെ അടിച്ചു. ഒരു അപ്പം ചുട്ടു. പെട്ടെന്നതാ ഒരു എലി. ആ എലി ഈ അപ്പത്തിന്റെ അടുത്തേക്ക് ഓടി 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 വന്നു. ഈ അപ്പം കടിച്ചെടുത്തുകൊണ്ട് എലി ഓടിപ്പോയി. അമ്മ പുറകെ ഓടിപ്പോയി. എലി നേരെ മച്ചിന്റെ മുകളിൽ കയറിയിരുന്നു. അമ്മ താഴെ നിന്നും ആ എലിയോടായി കേണപേക്ഷിച്ചു. അപ്പം താഴെ ഇടലി, ഇഡലി, അപ്പം താഴെ ഇഡലി, ഇഡലി. അങ്ങനെ ആ അപ്പം താഴെ ഇട്ടു. അതെ, അങ്ങനെ എലിയിട്ട അപ്പത്തിന് ഞങ്ങൾ ഒരു പേരിട്ടു, ഇഡലി. അല്പസമയം ഇടവേള. അതെ, എവിടെ എവിടെ? അല്ല, ഇടവേളക്ക് തൊണ്ടാണിക്കണ്ടേ? തുടങ്ങിയത് ഒരു ലൈനും അല്ലെങ്കിൽ പറഞ്ഞാ പറ്റത്തില്ലോ. ഞാനും അടിക്കണ്ടേ അണ്ണാ? ഞാനും അടിക്കണ്ടേ? നീ നേരത്തെ അടിച്ചില്ലേ? ഇനിയിപ്പോ നീ സിമ്പിൾ അടിച്ചാൽ മതി. അങ്ങനെ ഈ മകൻ വളർന്നു തുടങ്ങി. വളർന്ന് വളർന്ന് വന്നപ്പോഴത്തേക്കും അമ്മയ്ക്കൊരു ആഗ്രഹം, മകനെ എന്ത് ചെയ്യണം? അക്ഷര വിദ്യാഭ്യാസം പഠിപ്പിക്കണം. അങ്ങനെ ഹരിശ്രീ കുറിക്കുവാനായി അവനെ നേരെ സ്കൂളിലേക്ക് കൊണ്ടുപോയി. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, അവൻ അന്ന് പെൻസിലിന് പകരമെടുത്തത് പേന കത്തിയായിരുന്നു. പേന കത്തി കൊണ്ട് കുത്ത് ഹരിശ്രീ, പേന കത്തി കൊണ്ട് കുത്ത് ഹരിശ്രീ, പേന കത്തി കൊണ്ട് കുത്ത് ഹരിശ്രീ. ഇല്ലുമിനാട്ടി, 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 ഇല്ലുമിനാട്ടി. അവൻ വളർന്ന് വളർന്ന് വളർന്നു വരികയാണ്. പക്ഷേ അവന്റെ വളർച്ചയോടൊപ്പം മറ്റൊരു സംഭവം വളർന്നുകൊണ്ടേയിരുന്നു. എന്തോന്ന്? ജാട. ആ ജാട ഇങ്ങനെ വളർന്ന് വളർന്ന് വന്നപ്പോ അമ്മ മകനോടായി പറഞ്ഞു, മകനെ നീ ഈ ജാട വെടിയണം. മകൻ അത് ചെവിക്കൊണ്ടില്ല. ജാട വെടിയാതെ ഈ സമൂഹത്തിൽ നിനക്ക് ജീവിക്കാൻ പറ്റില്ല. അവൻ ചെവിക്കൊണ്ടില്ല. അവസാനം അമ്മ ആ മകനോടായി കേണു വീണു പറഞ്ഞു, എന്താ മോനെ ജാട, എന്താ മോനെ ജാട, പച്ചയായ ജാട ഉച്ചമാടേൽ പോടാ, ഒന്നിറങ്ങി നോക്കടാ ജാട ചുറ്റുമില്ല സൂയ. എന്താ മോനെ ജാട, എന്താ മോനെ ജാട. അണ്ണാ, അണ്ണനാന്ന് പറഞ്ഞ സംഭവം കയ്യിന്ന് കിട്ടല്ലേ? അമ്പാനെ, നീ സിമ്പിൾ അടിക്കണേ. എന്തിനാ എന്റെ കയ്യിൽ അടിച്ചത്? അണ്ണൻ എന്തിനാ സിമ്മിളിന്റെ മേളിൽ കൊണ്ട് കൈ വെച്ചത്? എന്ത് ചെയ്യാനാന്ന് പറയും. അങ്ങനെ ആ മകൻ വളർന്നു. വളർന്നു വരുന്നപ്പോൾ അവൻ നല്ല വിശപ്പിന്റെ ഒരു അസുഖം കൂടെ വളർന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവൻ അമ്മയോടായി പറഞ്ഞു, അമ്മാ, എന്താ മോനെ? എനിക്ക് വിശക്കുന്നു അമ്മ. എന്താ മോനെ? എനിക്ക് വിശക്കുന്നു. അമ്മ ഉടനെ അടുക്കളയിലേക്ക് പാഞ്ഞു. അവിടെ ഇരുന്ന് മാവെടുത്തു. കുഴക്കുന്നില്ല. ഇത് കലക്കി വെച്ചേക്കുവാ. ഈ കലക്കിയ മാവെടുത്ത് നെയ്യപ്പൻ ചുട്ടു. അങ്ങനെ നെയ്യപ്പൻ ചുട്ടപ്പോൾ അതാ അങ്ങനെ ഒരു കാക്ക ഈ നെയ്യപ്പൻ കൊത്താനായി പറന്നു വരികയാണ്.
ഈ തള്ള ഉണ്ടാക്കണത് വല്ല എലിയോ പൂച്ചയും കാക്കയോ അല്ല മനുഷ്യന്മാരും തിന്നൂലേടാ. അല്ല സാറ് നമ്മുടെ കഥയിൽ ഇതൊരു ട്വിസ്റ്റ് ആണ്. അതാ കാക്ക നേരെ വന്ന് ഈ നെയ്യപ്പം കൊത്തി പറന്നു. അമ്മ പുറകെ ഓടി. കാക്ക പറന്ന് പറന്ന് കടലിന് മുകളിൽ വട്ടമിട്ട് പറന്നു. സിഗ്നൽ കിട്ടാത്തോണ്ടായിരിക്കും ലാൻഡ് ചെയ്യാൻ. അങ്ങനെ അമ്മ പറഞ്ഞു, കാക്കേ നെയ്യപ്പം തരൂ കാക്കേ. കാക്ക കൊടുത്തില്ല. കാക്ക അമ്മയോടായി പറഞ്ഞു, ഇല്ല തരില്ല ഈ നെയ്യപ്പം. അയ്യോ ചേച്ചി പറ്റിച്ചേ. അത് പറഞ്ഞപ്പോഴേക്കും ആ നെയ്യപ്പം നേരെ കടലിൽ വീണു. കടലിൽ വീണപ്പോൾ കടലിനടുത്തത്തിൽ നിന്നും കുറെ മത്സ്യങ്ങൾ അങ്ങോട്ട് ഓടിച്ചെന്നു. ഒരു മത്സ്യം ഈ നെയ്യപ്പം വിഴുങ്ങി. അതെ, അങ്ങനെ ആ നെയ്യപ്പം വിഴുങ്ങിയ മത്സ്യത്തിന് ഞങ്ങളൊരു പേരിട്ടു, നെമ്പി. സൂപ്പർ. അല്പസമയം വീണ്ടും ഇടവേള. ഇതെന്തുവാടേ എപ്പോഴും ഇയാൾക്ക് ഇടവേള? നേരത്തെ തൊണ്ട നനച്ചത്, ഇപ്പൊ കയ്യിനടി കൊണ്ട് വേണം. ഓക്കെ. അങ്ങനെ നമ്മുടെ കഥാനായകൻ അയ്യപ്പൻ വളർന്നു. പക്ഷെ ഒരു കാര്യമുണ്ടായി, ജോലിയില്ല. അവൻ ജോലിക്കായി പലയിടത്തും അലഞ്ഞ് നടന്നു. ഒടുവിൽ അവനൊരു ജോലി കിട്ടി. അങ്ങ് സർക്കസ് കൂടാരത്തിൽ. അവിടെ എന്തായിരുന്നു അവന്റെ ജോലി? മരണക്കിണറിൽ ബൈക്ക് ഓടിക്കുന്ന ജോലി. വെൽക്കം ടു മരണക്കിണർ. തലയും കുത്തി റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്നു വരും സിംഗങ്ങൾ. സർക്കസിൽ ആരംഭം. സർക്കസിലവൻ ആരംഭം കുറിക്കുകയാണ്. സകലകല അഭ്യാസം. സർക്കസിൽ ആരംഭം. സകലകല അഭ്യാസം. സിരയിലെല്ലാം ആനന്ദം. നടക്കപ്പോറേ ഭൂകമ്പം. മധുരിക്കും വെൽക്കം ടു മരണക്കിണർ. തലയും കുത്തി റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്നു വരും സിംഗങ്ങൾ. അങ്ങനെ അവൻ ആ ട്രിപ്പീസിൽ നമ്മൾ മരണക്കിണറിൽ ഇങ്ങനെ ചുറ്റി ഇരിക്കുകയാണ്. ആ സമയത്തതാ പെട്ടെന്ന് അവന്റെ ബൈക്ക് ഒന്ന് സ്ലിപ്പായി അവൻ തറയിൽ വീണു. ബോധരഹിതനായി അവൻ അവിടെ കിടന്ന് തളർന്ന് കിടക്കുകയാണ്. ആ തളർച്ചയിൽ അവൻ ഒരുപാട് വിഷമിച്ചു. അങ്ങനെ അവൻ അമ്മയോടായി പറഞ്ഞു, അമ്മ, എന്താ മോനെ? എനിക്ക് വിശക്കുന്നു അമ്മ. ഈ തള്ള ഇവനെ പറ്റിട്ട് തിന്നാൻ വേണ്ടി മാത്രമാണ് തളർന്നു കിടക്കണം. എന്നിട്ട് അവൻ ചോദിക്കണം, എനിക്ക് വെച്ചക്കണം. ഇത് എവിടുത്തെ കഥയാണ്? അത് മുമ്പോട്ട് പോണ്ടേ? ഇതിനകത്ത് ട്വിസ്റ്റ് വരും. അങ്ങനെ അത് കേട്ടതും അമ്മ നേരെ അടുക്കളയിലേക്ക് ഓടി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ നാഴി ഊരി അരി മാത്രമേ അവിടെയുള്ളൂ. അതെടുത്ത് നേരെ കഞ്ഞി ഉണ്ടാക്കി. അങ്ങനെ കഞ്ഞി ഉണ്ടാക്കി നേരെ മകന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ചു. ആദ്യത്തെ തവിയിൽ നിന്നും ഒരു തവി ഒഴിച്ച പാത്രത്തിലേക്ക് ഒഴിച്ചു. അവൻ ആർത്തിയോടെ അത് കുടിച്ചിറക്കി. എന്നിട്ട് അമ്മയോടായി പറഞ്ഞു, അമ്മ, എന്താ മോനെ? എനിക്ക് വിശക്കുന്നു അമ്മ. രണ്ടാമത് വീണ്ടും ഒരു തവി എടുത്ത് അവന്റെ പാത്രത്തിലേക്ക് ഒഴിച്ചു. അവൻ അതും ആർത്തിയോടെ. അമ്മ, എനിക്ക് വീണ്ടും അയ്യോ, മൂന്നാമത് കഞ്ഞിയെടുത്ത് അത് വീണ്ടും ആ പാത്രത്തിലേക്ക് ഒഴിച്ചു. അവൻ ആർത്തിയോടെ കുടിച്ചു. അമ്മ, എന്താ മോനെ? എനിക്ക് വിശക്കുന്നു. ഇത് കേട്ടതും ആ അമ്മ മകനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഉറക്കെ അലറിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് മാത്രം കയറ്റിയാ മതിയോ? എടാ, എനിക്കൂടെ കുടിക്കണ്ടടാ കഞ്ഞി എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് സംഭവിച്ചു? എന്ന് പറഞ്ഞതും അദ്ദേഹം അവിടേക്ക് പെട്ടെന്ന് വീണു. എങ്ങനെ വീണു? ആ വീഴ്ചയിൽ ആ അമ്മയുടെ കയ്യിൽ നിന്ന് തവിയെടുത്ത് അവനായി ഒരൊറ്റ അടി കൊടുത്തു. പക്ഷേ ആ തവി എന്തുകൊണ്ടത് അവന്റെ മർമ്മസ്ഥാനത്തായിരുന്നു. മകൻ അനങ്ങുന്നില്ല. മകനെ വിളിക്കുകയാണ്, അയ്യപ്പാ എണീക്ക് മോനെ അയ്യപ്പ. അയ്യപ്പൻ അനങ്ങുന്നില്ല. അയ്യപ്പൻ അവിടെ അവസാന ശ്വാസവും വലിച്ചിങ്ങനെ കിടക്കുകയാണ്. അപ്പോ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അപ്പോഴാണ് അവിടെ ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. എന്താണ് ട്വിസ്റ്റ്? അല്പസമയം ഇടവേള. വെള്ളമില്ലെന്ന് ഇപ്പോഴൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. എന്നാ ഇടവേള ഇല്ല. ആ ഇടവേള ഇല്ല. ഞങ്ങളുടെ കഥ തുടരുന്നു. അങ്ങനെ അവൻ അവിടെ നിന്നും എണീറ്റ് അമ്മയോട് ചോദിച്ചു, അമ്മ ഇനി ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആകെ വിഷമത്തിലാണ് എന്ന് പറഞ്ഞതും പെട്ടെന്ന് ഇവൻ തറയിൽ വീണങ്ങ് മരിച്ചു. ഇതോടുകൂടി അമ്പാനും രംഗനും അവതരിപ്പിച്ചുകൊണ്ടിരുന്ന കഥാപ്രസംഗം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.
ഇതെന്തോന്ന് കഥ? എന്തോന്നല്ല കഥ? എടാ, ഒരു 5 മിനിറ്റ് പോലും നീ കഥ പറയില്ലല്ലോ. അല്ല നായകൻ തറയെ വീണ് ചത്തില്ലേ? മരിച്ചുപോയില്ലേ? എടാ അവൻ ചാവാനുള്ള വൈ ആർത്തി മൂത്ത് ചത്തത്. അവൻ പോട്ട് അമ്മക്ക് ജീവനുണ്ടല്ലോ. എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കി കഥ മുമ്പോട്ട് പോകാൻ പറയടേ. ഈ പറഞ്ഞത് കേട്ട് അമ്മ എങ്ങനെ ഞാൻ പലഹാരം ഉണ്ടാക്കി കൊടുക്കുമെന്ന് അറിയാതെ നേരെ ഓടിപ്പോയി ഒരു പൊട്ടക്കിണറ്റിൽ ചാടി അമ്മയും മരിച്ചു. അതോടെ അവസാനിച്ചു. അമ്പാനും രംഗനും അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം ഇവിടെ അവസാനിക്കുന്നു. അത് കഥ സൂപ്പർ അല്ലേ? അതാണ് സൂപ്പർ കഥ. കിടിലൻ കഥ കേട്ടാ. എന്റെ പൊളിക്ക് സാറേ. നമ്മള് പൊളിക്കും സാർ. നമ്മള് പൊളിക്കൂല. അമേരിക്ക നമ്മൾ കീഴ്മേൽ മറിക്കും. അതിന് ആരമേരിക്ക പറഞ്ഞു? ആരമേരിക്ക പോണു? എടാ ഇവ അമേരിക്കയിൽ കഥ പറയാൻ പറഞ്ഞ കുടിക്കാൻ പറഞ്ഞ ഇപ്പൊ തന്നെ ഞാൻ കൊണ്ടുവന്ന മദ്യത്തെ ഇവൻ കുടിച്ചു തീർത്ത്. ഇടവേള എന്ന് പറഞ്ഞ് മൊത്തം കുടിച്ചു തീർത്ത്. അതുകൊണ്ട് നിന്നെയൊക്കെ പോലുള്ള മദ്യപേനകളെ ഞാൻ അമേരിക്ക കൊണ്ടുപോകൂല. അങ്ങനെ ഒരു കാര്യം ചെയ്യാം. നിങ്ങള് ഞങ്ങളുടെ കഥാപ്രസംഗം നോക്കണ്ട, വേറെ ആളെ നോക്കി. നല്ല നല്ല കലാകാരൻ വരെ ഞാൻ കൊണ്ടുപോകണം. സാറേ ഒരു കാര്യം അറിയോ? അണ്ണനൊരു വാക്ക് പറഞ്ഞ വാക്കാണ്. അണ്ണം വരത്തില്ലെന്ന് പറഞ്ഞാൽ വരത്തില്ല. പക്ഷെ ഞാൻ വരും. അണ്ണ അമേരിക്ക പോകാൻ കിട്ടിയ അവസരം ഞാൻ പോകണം. നിനക്ക് കഥകളെല്ലാം അറിയാമോ? അറിയാമോന്നോ? ഞങ്ങൾ മൊത്തം കൂടി തിട്ടപ്പെടുത്തില്ല. എനിക്ക് പച്ചവെള്ളം പോലെ അറിയാം. എന്നാ പിന്നെ നീ പെട്ടിപ്പാക്കി പോവണ്ണ. അമ്പാടെ നീ പോവാണല്ലടാ. അണ്ണ എന്നെ കുറിച്ച് ഇങ്ങനെയാണല്ലോ വിചാരിച്ചത്. കുഞ്ഞുനാള് പോലെ ഞാൻ എന്റെ കൂടെയുള്ള എന്നിട്ട് എന്റെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റിയ അണ്ണ. പോകുന്നതിന് മുമ്പ് ഗുരുത്തക്കേട് ഞാൻ കാണിക്കൂലണ്ട. അണ്ണ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ ഷോയെ പറ്റി 2 നല്ല വാക്ക് പറയണം. എന്റെ അമ്പാൻ, എന്റെ കൂടെ നിന്ന് ഇത്രയും നാൾ നിന്ന് അമ്പാൻ അമേരിക്കയിൽ പോയി നല്ല പരിപാടി കളിച്ച് നന്നായി പൊളിഞ്ഞ് നന്നായി കുറ്റ വാരി അവൻ നന്നായി തിരിച്ചു വരട്ടെ. നന്നായി വാ, നന്നായി വാ, നന്നായി വാ. ഇവിടെ പ്ലെയിനിൽ പോകേണ്ടതാണ്. അങ്ങനെയൊന്നും ശപിക്കരുത്. ശപിക്കരുത്. അപ്പൊ നീയും നന്നായി വാ. റങ്കൻ ആരുമില്ല, റങ്കൻ അമ്മയില്ല, കൂട്ടുകാരില്ല, ആരുമില്ല. എല്ലാവർക്കും പണം വേണം, മദ്യം വേണം. റങ്കൻ ഇപ്പൊ ഉള്ളത് കണ്ട അമ്പാൻ പോയി, അമ്പാൻ പോയി. മനസ്സിലായ? ഇനി നിങ്ങൾ 2 പേര് മാത്രമേ എനിക്കുള്ളൂ. ഇനി നമ്മൾ 3 പേരും കൂടി ഇവിടെ ഇരുന്ന് ഇല്ലൂമിനാട്ടി 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 ഇല്ലൂമിനാട്ടി. രംഗണ്ണനും അമ്പാനും അമേരിക്കയിൽ നിന്ന് വന്ന ഈ വലിയ മുതലാളിക്ക് ഒരു നല്ല കൈയടി. അഭിജിത്തെ, ആദ്യം നിനക്കാണ് ഒരു കൈയടിയേ. കാര്യം ഇത്രയും റേഞ്ചിൽ തുടക്കം മുതൽ അവസാനം വരെ നിന്ന് പാട്ടും പാടണം പറയുകയും ചെയ്യണമെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കുറച്ചൊക്കെ ആകുമ്പോൾ തൊണ്ട അടച്ചു പോകാൻ സാധ്യതയുള്ളൊരു സ്കിറ്റാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. ആവേശം എന്ന് പറഞ്ഞാൽ വളരെ ഹിറ്റായ ഒരു മൂവിയിലെ അവിടുന്ന് ഇവിടുന്നൊക്കെ ചുരണ്ടി ആണിത് സംഘടിപ്പിച്ചുണ്ടാക്കി എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ ആ ഫാസ്റ്റിങ് തന്നെയാണ്. തമാശകളുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് തമാശയൊന്നുമില്ല. പക്ഷെ ഭയങ്കര ടെമ്പോയിൽ 1 മീറ്ററിൽ തന്നെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളത് കൊണ്ടുപോയി എന്നുള്ളതാണ്. നല്ല രസമായിരുന്നു, ഗംഭീരമായിരുന്നു, അടിപൊളി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കേട്ടാ ഒരു വലിയ ഭാരം എടുത്ത് തലയിൽ വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. അതായത് നമുക്ക് സ്ക്രിപ്റ്റും ഒക്കെ പെർഫോമൻസും ഒക്കെ എല്ലാം ഓക്കെ, പക്ഷേ ഇതിനകത്ത് നമ്മൾ ഈ ക്യാരക്ടർ പിടിച്ച് ചെയ്യുക എന്ന് പറയും. ഇപ്പോൾ അമ്പാനും രംഗണ്ണനുമായിട്ടുള്ള ക്യാരക്ടർ പിടിച്ചൊരു കഥാപ്രസംഗം പറയുക എന്ന് പറയുന്നത് ആ സിനിമ പോലെ നിങ്ങളൊരു ആവേശത്തോടു കൂടി പറഞ്ഞു തീർത്തു എന്നുള്ളതാണ്. അത്രയ്ക്ക് നല്ല ആവേശമായിരുന്നു. എനിക്ക് ആ തുടക്കത്തിൽ കുറച്ച് ഈ കഥയിലേക്ക് എത്താനുള്ള ചെറിയ ലാഗ് പോലെ എനിക്ക് തോന്നി. കഥാപ്രസംഗം തുടങ്ങിയപ്പോൾ തൊട്ടൊരു പോക്കങ്ങോട്ട് പോയിട്ട് ചിരി ചൂപ്പാടളയുന്നു. കാരണം മിമിക്സ് ചെയ്ത് കണ്ടൊരു ആവർത്തന വിരസത ഉണ്ടാകുമോ എന്ന് ചിന്തിച്ചിരിക്കുന്നിടത്താണ് നിങ്ങളൊരു പുതിയ സാധനം കൊണ്ട് ലാൻഡ് ചെയ്തത്. നല്ല രസമായിരുന്നു കേട്ടോ. നിങ്ങളുടെ പെർഫോമൻസിന് ഈ പറയുന്ന പോലെ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത രീതിയിൽ നിങ്ങളതുകൊണ്ട് ചെയ്ത് തീർത്തു എന്നുള്ളതാണ്. അടിപൊളിയായിരുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു, താങ്ക് യു ചേട്ടാ. അസീസിക്ക, ഇപ്പൊ അബി എന്നെ കാണാൻ വേണ്ടി വന്നപ്പോ ഓഡിയൻസിലെ ചേച്ചി പറഞ്ഞത് ഇത് മാർക്കോസ് അല്ലേ. അപ്പൊ അബി എന്റെ അടുത്തോട് നശിച്ചത് ചേച്ചി മാർക്കോസ് ആണോ എന്ന്. അപ്പൊ നശിച്ചടാ, പൊളിഞ്ഞടാ, പൊളിഞ്ഞടാ. ഞാൻ പ്രചോദനം പറയും ഇതൊരു സ്പൂഫ് എത്രത്തോളം കയ്യിൽ നിൽക്കും എന്ന് ഞാൻ പ്രചോദനം പറഞ്ഞു. അണ്ണാ ഇതൊരു സ്പൂഫ് അല്ലേ, ഇത് എത്രത്തോളം നിൽക്കൂന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ അണ്ണൻ്റെ പറഞ്ഞു. പക്ഷേ എന്റെ പൊന്നളിയന്മാരെ തകർത്ത് കളഞ്ഞു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു അസീസിക്ക. അപ്പൊ ഇനി രംഗണ്ണ അടുത്ത മാല വാങ്ങിക്കാനുള്ള പൈസ വാങ്ങിച്ചാലോ? ഞാനൊരു 12 മാർക്ക്. ഓ, 12,000 രൂപ. അടുത്ത് അസീസിക്ക. ഞാനൊരു 13. ടോട്ടൽ 25,000 രൂപ ആയിട്ടുണ്ട് ഏട്ടാ. ആ ടോട്ടൽ ഇവിടെ വന്നിട്ടുണ്ട്, നോക്കിയോ. 50,000 രൂപ. അടിപൊളി. അപ്പോ ഇതേപോലെ അടുത്തൊരു ഉഗ്രൻ ഐറ്റമായിട്ട് നമുക്ക് അടുത്ത സ്റ്റേജിൽ കാണാം. താങ്ക് യു, താങ്ക് യു. ഒരാളി ഇവരെ പറ്റിയില്ലെങ്കിൽ എന്നെ അമേരിക്കയിലേക്ക്. സിനിമയെ പറ്റി നമ്മൾ ഓൾറെഡി അറിഞ്ഞു. ഇനി നിങ്ങളുടെ ഓരോരുത്തരെയും ക്യാരക്ടേഴ്സിനെ പറ്റി അറിയാം. വിഷ്ണുവിന്റെ ക്യാരക്ടർ എന്താണ് സിനിമയിൽ? എൻ്റെ ക്യാരക്ടർ നന്ദൻ എന്ന് പറഞ്ഞിട്ടൊരു
ഫ്രഷ് ആയിട്ടുള്ളൊരു റോളാണ്. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ഇതാണ്. കള്ളന്റെ വേഷമാണ്. സാഹചര്യം കൊണ്ട് കള്ളനായി പോയൊരു പാവം കള്ളൻ. ഇയാൾ ആരാന്നുള്ളത് ഒരു സംഭവമുണ്ട്. അതാണ് താൻ ആരാ എന്നുള്ള ടൈറ്റിൽ. അത് എന്റെ ക്യാരക്ടർ മാത്രമല്ല, എല്ലാ ക്യാരക്ടേഴ്സിനും പരസ്പരമുള്ള ഫീൽ ഇതാ, താൻ ആരാണ് എന്നുള്ളൊരു സംഭവമാണ്. ഇനി ദീപ്തിയുടെ ക്യാരക്ടർ ദീപ്തി പറയും. അതെ, എൻ്റെ ക്യാരക്ടറുടെ പേര് ശ്രദ്ധ ആണ്. ആൻഡ് ശ്രദ്ധ ഒരു ഡാൻസർ, സിംഗർ, ബേസിക്കലി ഒരു ആർട്ടിസ്റ്റ് ആണ്. ആൻഡ് കുറേ കാര്യങ്ങളിൽ സിറ്റുവേഷൻസ് അങ്ങനെ നടക്കൊണ്ടിരിക്കുകയാണ് ഇൻ ദ മൂവി. ആൻഡ് ഞാൻ അവിടെ ആ രാത്രി ആ ബംഗ്ലോന്റെ അകത്ത് എത്തും. ആൻഡ് പിന്നെ ഈ എല്ലാം കൺഫ്യൂഷൻ സ്റ്റാർട്ട് ആവും. സോ അങ്ങനെയാണ് എൻ്റെ ക്യാരക്ടർ. ഒന്നുകൂടെ ആഞ്ഞു മേടിച്ച ക്ലൈമാക്സ് ഒടുങ്ങി പോരും. ക്യാരക്ടർ ഇതിനകത്ത് അഞ്ജലി എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ് ശരിക്കും. ഇതിനകത്ത് ഷൈൻ ചേട്ടനും ഞാനുമാണ് ലൈക്ക് ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട്. ഷൈൻ ചേട്ടൻ ഒരു MLA ആയിട്ടും ഞാൻ അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പം ഒരു വീട്ടിനകത്ത് ഈ പറയുന്ന 5-6 പേര് പല കാരണങ്ങളാൽ വരുന്നു. എന്നിട്ട് അതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് സിനിമ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മറ്റുള്ളവരെയും കൂടെ നമ്മുടെ സ്ക്രിപ്റ്റ് റാഫി സർ എഴുതിയിട്ടാണ്. സോ നിങ്ങൾക്കറിയാം, റാഫി സർ is known for his comedy films and for his script. So he's our writer. പിന്നെ നമ്മുടെ ഡയറക്ടർ ഹരിദാസ് ആണ്. ഇന്ദ്രപ്രസ്ഥമൊക്കെ ചെയ്ത ജോർജ് കുട്ടി, കെയർ ഓഫ് ജോർജ് കുട്ടി ചെയ്ത ഹരിദാസ് സാറ് കുറേ നാളുകൾക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് ഹ്യൂമർ ചെയ്യുന്ന സിനിമയാണ്. ആൻഡ് ദേ ഹാവ് ഡൺ എ ഫാന്റാബുലസ് ജോബ്. അടിപൊളിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നോ ബ്രെയിനർ കോമഡി അല്ലേ? Yes, you can leave your stress and watch the movie. അപ്പോൾ തിയേറ്ററിൽ പോയി ചിരിച്ച് ആസ്വദിച്ച് കാണാൻ പറ്റിയൊരു സിനിമയായിരിക്കും താനാര. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം അല്ലേ? ബാക്കി വിശേഷങ്ങൾ നമ്മൾ പോകെ പറയുന്നതായിരിക്കും, ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് കുറച്ചുകൂടെ സ്കിറ്റുകളും തമാശകളും ഒക്കെ എൻജോയ് ചെയ്താലോ? പോയിട്ട് ധൃതിയൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇന്ന് അവിടെ ഇരിക്കുക. Thank you. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. ഒത്തിരി സന്തോഷമുള്ള സമയമാണ്. നമുക്കൊരു പുതിയ ടീം വരാൻ പോകുന്നു. പുതിയ ടീം വരികയെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമുള്ള കാര്യമല്ലേ? അതെ, പുതിയ ടീം വന്നാൽ സന്തോഷം. പക്ഷെ പുതിയ ജഡ്ജി വരുമ്പോൾ നമുക്ക് നെഞ്ചിരിക്കാം. വിളിക്കട്ടെ? ഓക്കെ, ലെറ്റ്സ് വെൽക്കം മനോജ് ശർമ്മ ആൻഡ് ഗ്രീഷ്മ. തന്നാരോ 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 തന താനന തന്നാനെ തന്നാരോ അടയല്ലേ ഒലയണക്ക് എല്ലില്ലാരോ 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 തന താനന തന്നാനെ തന്നാരോ ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്റെ പൊന്നളിയാ, നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല. എന്റെ എത്ര ആൽബം പൊട്ടിയാലും എനിക്ക് വിഷയമല്ല. എന്റെ പാപ്പ ഉണ്ടാക്കിയിട്ടേക്കല്ലേ. പിന്നെ പോരാ, ഇപ്രാവശ്യം എന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവൾ റീൽസിൽ മാത്രമല്ല ഭയങ്കര റീച്ച് ആയിട്ടുള്ളത്. അവൾ അതുകൊണ്ട് ഒരു ആൽബം എടുത്ത് അവളെ റീച്ചാക്കി അതിലൂടെ എനിക്ക് സിനിമാ നടിയാക്കി മാറ്റണം. അതിനു വേണ്ടിയിട്ട് ഞാൻ കിടിൽ ഒരു മ്യൂസിക് ഡയറക്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. പുള്ളി ഒരു കിടിൽ ആൽബം എന്ന് ട്യൂൺ ചെയ്ത് തരുമെന്നാ പറഞ്ഞ് വലിച്ചു കിടക്കുന്നു. ഏയ് എന്തോന്നാണ് ഇത്? എന്തോ ഒരു സെക്കൻഡ് ഗ്യാപ്പ് ഇട്ടപ്പോൾ കയറി കിടന്ന് ഉറങ്ങിയാ വന്നിട്ട് 2 ആഴ്ചയായി. ഇതുവരെ നീ എനിക്കൊരു ട്യൂൺ തന്നിട്ടില്ല. അങ്ങനെ തരാതിരുന്നു കഴിഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയോ? നിനക്ക് 10 പൈസ വണ്ടിക്കൂലി തരത്തില്ല. വണ്ടിക്കൂലിക്ക് പൈസ ഇല്ല. നീ ഇവിടെ ഇങ്ങനെ നടന്ന് 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 നിന്റെ 2 തുടയും ഉറഞ്ഞ് തീ കത്തി നീ നിന്ന് കത്തും. അങ്ങനെയാണെങ്കിൽ എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ മേലാട്ടോ. തന്തന്നാരോ 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 തന താനന തന്താന് തന്തന്നാരോ. എനിക്ക് മനസ്സിലായി. നൈസിൽ നീ എല്ലാം വിളിച്ചില്ലേ? എന്റെ ഗതികേട് കൊണ്ടാണ് നിന്റെ ഈ പറച്ചിലെല്ലാം കെട്ടിയാ കിടക്കുന്നത്. എനിക്കൊരു പുതിയ ട്യൂൺ തടാ. നീ ട്യൂൺ തരാന്ന് പറഞ്ഞാൽ ഞാൻ അടക്കിയെടുത്ത് മടി വെച്ചിരിക്കുന്നവർക്ക് വെച്ചിരിക്കുമല്ല ട്യൂണ്. ഇതൊക്കെ ട്യൂൺ വരണമെന്നുണ്ടെങ്കിൽ ഒരു മൂഡാണ്. 2 അടിക്കുവാണെന്നുണ്ടെങ്കിൽ മൂഡ് ഇങ്ങനെ ചറപറ ചറപറാന്ന് വരും. അത് നേരത്തെ പറയണ്ടേ? ഇതൊക്കെ എവിടെ കൊണ്ട് പാത്ത് വെച്ചിരിക്കുന്നത്? തെരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കോച്ചൊക്കെയാണല്ലേ പാത്ത് വെച്ചിരിക്കുന്നത്. കള്ളൻ കോച്ചിന്റെ കുപ്പിക്കകത്ത് കട്ടറമ്മോ. നീ അതല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്? പഴയ സാധനം എടുത്ത് പുതിയതെന്ന് പറഞ്ഞിട്ട് എനിക്ക് അടിച്ചോണ്ടിരിക്കല്ലേടാ. ഇതൊക്കെ അടിച്ചാ മതി. സത്യം പറഞ്ഞാൽ നീ സംഗീത ലോകത്തിൽ ഒരു ആക്രി കച്ചവടക്കാരനാണ്. അങ്ങനെ നീ പറയൊന്നും വേണ്ട. എനിക്ക് സംഗീതമായിട്ട് നല്ല ബന്ധമുള്ള ആളാണ് ഞാൻ. വേണമെന്നുണ്ടെങ്കിൽ സംഗീതത്തിന്റെ ABCD ഞാൻ പറഞ്ഞു.
എന്തുവാണ് നീ കാണിക്കുന്നത്? എന്നാ? എടാ ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്ത്? എടാ സംഗീതം എന്ന് പറഞ്ഞാൽ ഒരേ സ്വരസ്ഥാനങ്ങൾ ഇങ്ങനെ നോക്കി കട്ട തപ്പി കറക്റ്റ് ആയിട്ടല്ലേ വായിക്കേണ്ടത്? എടാ അറിയാൻ മേലാത്തമാര് കട്ട തപ്പിയും പിടിച്ചൊക്കെ ചാക്കാപ്പൂക്കാന്ന് വായിക്കും. അറിയാവുന്ന ഞങ്ങളെപ്പോ ഉള്ളവരെല്ലാം കൂടെ ഈ കട്ട എല്ലാവരും ഒരുമിച്ചെടുത്ത് ഇങ്ങനെ ആന്ന് പറഞ്ഞുകൊണ്ട് വായിക്കും. അതാണ് ഞാൻ വായിക്കും കേട്ടോ. ഒരു മിനിറ്റ് ഫോൺ വരുന്നുണ്ടേ. ഹലോ. ആ ആ ട്യൂൺ ചെയ്യുവാന്നു? ഇത് നേരത്തെ വീണ സാധനമാണ്. ഇത് നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അവിടെ. കുഴപ്പമില്ല, കട്ട് ചെയ്ത് വെച്ചാൽ. ഇതിനകത്ത് അക്കനൊന്ന് ഞങ്ങളുടെ വീടിനടുത്ത് ഒരു അക്കയുണ്ടേ. അക്കയ്ക്ക് എന്നെ കാണാതിരിക്കാൻ വയ്യ. അപ്പൊ അക്ക എന്നെ തിരക്കി വിളിക്കുന്നത് അക്ക. അതുകൊണ്ട് അക്കനെ നടിച്ചിട്ടിരിക്കുന്നത്. നമുക്ക് സിറ്റുവേഷൻ ഞാൻ പറഞ്ഞുതരാം. സാധനം പറയാൻ പറ്റുമോ? നമ്മള് ഈ അച്ഛനും മകളുമായിട്ടുള്ള ആത്മബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു മ്യൂസിക്. അച്ഛനും അമ്മയും ആത്മബന്ധം ഊട്ടി ഉറപ്പിക്കുന്ന ഒരു അച്ഛനും മകളും. അപ്പൊ നമുക്ക് വേണം നേരത്തെ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സാധനമുണ്ട്. ഏതാണ്? സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമൻ വിളിക്കുന്നു. അക്കനെയാണ് എനിക്കിഷ്ടം. ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ അക്കനെയാണ് എനിക്ക്. അക്കനെ ഫോൺ എടുക്കാൻ ഈ പെൺപഴത്ത് ആസ്ഥാനത്ത് വിളിക്കരുത്. ബാക്കിയുള്ള മൂട് കളയാൻ വേണ്ടി കാണിച്ചു വെച്ചിട്ട് ഒരു കാര്യം ചെയ്യ്. നായിക എവിടാന്ന് വെച്ചാൽ നായിക ഇങ്ങോട്ട് പോകാം. നായിക കണ്ടതിന് ശേഷം മാത്രമേ എനിക്ക് ട്യൂൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. നായിക എന്ന് പറഞ്ഞാൽ ആപ്പ് ഇപ്പൊ നായികയല്ല, എന്റെ ഭാര്യയാണ്. അവള് റീൽസിനകത്ത് മാത്രമേ റീച്ച് ഉള്ളൂ. ഇനി അവളെ ആൽബത്തിനകത്ത് റീച്ച് ആക്കി എനിക്ക് സിനിമ നടിയാക്കി മാറ്റണം. അവളെന്ന് പറഞ്ഞാൽ റീൽസ് എടുക്കാൻ വേണ്ടി ഊട്ടി പോയി ഇവിടെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വിളിക്കുക. അത് കണ്ടിട്ട് വേണം എനിക്ക് നല്ല രീതിയിലുള്ള ട്യൂൺ ചെയ്യാൻ വേണ്ടി. ഇത് ഇവിടെ നോട്ടെ. എന്റെ ഭാര്യ എന്ന് പറഞ്ഞില്ലേ? ആ നിൽക്കുന്ന എങ്ങനെയുണ്ട്? എടുക്ക് സാധനമല്ലോടെ. നല്ല നല്ല സൗന്ദര്യമുള്ള ഒരു കൊച്ചാ കേട്ടോ. ഈ കൊച്ചിന്റെ സൗന്ദര്യവും എന്റെ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന സംഗീതം കൂടെ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ഈ ആൽബം ഞാൻ സൂപ്പർ ഹിറ്റ് ആക്കും. അങ്ങനെ ആവണം. ഇതാരേട്ടാ? ഇതാണ് നമ്മളെ പുതിയ ആൽബത്തിന്റെ മ്യൂസിക് ഡയറക്ടർ. അയ്യോ, ഞാൻ ആദ്യമായിട്ടാ മ്യൂസിക് ഡയറക്ടറെ ജീവനോടെ കാണുന്നത്. നേരിട്ട് കാണുന്നത്. അതെ, പുള്ളിക്ക് എന്നെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. പറഞ്ഞു പെട്ടെന്ന്. എന്റെ ഇൻസ്റ്റാ റീൽസ് ഒന്നും കണ്ടിട്ടില്ലേ? അയ്യോ, ഞാൻ ഈ സംഗീതമായിട്ട് ഇടപെടിക്ക് നടക്കുന്നുള്ളൂ. ഞാൻ ഇൻസ്റ്റ ഒന്നും സത്യത്തിൽ കാണാറില്ല. എന്നാലും നിങ്ങളുടെ പേരെന്താണ് ഇൻസ്റ്റയ്ക്കകത്ത്? ഗ്രീഷ്മ _ഗ്രീച്ചു. അങ്ങനെ ഈ പേരിന് ഈ അണ്ടർസ്കോർ ഇടണം. എങ്ങനെ ഈ റീൽസ് ഒക്കെ റീച്ച് ആവത്തുള്ളൂ. അതെ, എന്റെ പെണ്ണുമ്പിള്ളിക്ക് ഉണ്ട് ഈ സാധനം പറഞ്ഞതേ. പക്ഷെ അവൾ അതിട്ടോണ്ടൊന്നും റീൽസ് ചെയ്യാറൊന്നുമില്ല. ഈ അതിട്ടോണ്ട് ഈ റീൽസ് ചെയ്തിട്ട് റീച്ച് ആകാത്ത ഇവിടെ പിന്നെ അങ്ങനെ നിങ്ങൾ ഈ ആൽബത്തിനകത്ത് റീച്ച് ഈ സംഭവം അടി വരയാണ്. അയ്യോ, വരവുള്ളത് ഞാൻ ഇട്ടിരിക്കുന്നത് 4 ഉണ്ട്. 3 കഴുകിയിട്ട് ഉറങ്ങിട്ടോണ്ട് പോയി. പേര് കഴിഞ്ഞിട്ടൊരു വര. അയ്യോ, അതാ അങ്ങനെ ഇതൊക്കെ വൃത്തിയായിട്ട് പറയട്ടെ. അതല്ല എനിക്ക് മനസ്സിലാകാതെ. അതൊക്കെ പോട്ടെ, ഇൻസ്റ്റൊക്കെ പോട്ടെ, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഈ ആൽബം എടുക്കുവാന്ന് പറയുമ്പോൾ ഇത്തിരി എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആൽബം എടുക്കാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ആദ്യം ഒരു ആൽബം എടുത്തായിരുന്നു. എന്താ പേരാണ്? ആരോടും പറയരുത്, ആരും അറിയരുത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? ആ പേര് പോലെ തന്നെ ആരും അറിഞ്ഞതുമില്ല, ഞാനായിട്ട് ആരോടും പറഞ്ഞതുമില്ല. നീ അടുത്തും പറഞ്ഞാലും അതാണ്. രണ്ടാമത് വേറെ ആൽബം എടുത്തായിരുന്നു. അടുത്തിരുന്നോട്ടെ. എന്ന് കയറിക്കോടി. ആൽബത്തിന്റെ പേരാ പറഞ്ഞത്. അല്ല, പിന്നെ ആ ആദ്യത്തെ ആൽബത്തിന്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ടത്. അപ്പൊ അത് പൊട്ടി. മൂന്നാമത് സൂപ്പറാട്ടോ. സൂപ്പറാട്ടോ. അതെങ്ങനെ ആൽബം ഇറങ്ങുന്നതിന് മുമ്പ് അങ്ങനെ നടക്കുന്നത്? ആൽബത്തിന്റെ പേരാണ് സൂപ്പറാട്ടോ. സൂപ്പറാട്ടോ. അങ്ങനെയൊക്കെ പേരിടാൻ പറ്റും. പേരിടാം. അഥവാ ഈ ആൽബം പൊട്ടിക്കഴിഞ്ഞാൽ നാട്ടുകാർ പറയുമല്ലോ, ദേവാനന്ദന്റെ ആൽബം സൂപ്പറാട്ടോ. ഒരു കാര്യം മോനേടാ, ഇതങ്ങോട്ട് മാറ്റി സൂക്ഷിച്ചു വെച്ചേക്കണം കേട്ടോ. പൊട്ടുന്ന സാധനം എന്റെ അടുത്ത പുതിയ ആൽബത്തിന്റെ വരികളാണത്. അതാ പറഞ്ഞ പൊട്ടുന്ന സാധനം എടുത്ത് മാറ്റി വെക്കാൻ. ആവശ്യമില്ലാത്ത അനാവശ്യം പറയരുത്. അതിന് പേര് പോലും ഇട്ടിട്ടില്ല. പേരിട്ടിട്ടില്ല. എന്റെ ദൈവം, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു പുതിയൊരു ആൽബത്തിന് പേരിടുക എന്നുള്ളത്. നിനക്ക് എന്തിന്റെ കൊഴുപ്പാ? ബ്രാക്കറ്റ് പണത്തിന്റെ കൊഴുപ്പം ഇടാം. പപ്പ ഉണ്ടാക്കിയിട്ടിരിക്കും. ഒന്നാം പേരല്ലേ. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, ഈ ആൽബത്തിന് ആരാ പാട്ട് പാടുന്നത്? എനിക്ക് ഈ എസ്.പി.യെ കൊണ്ട് പാടിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്തിന് എസ്.പി.യെ കൊണ്ട് പാടിപ്പിക്കും? നമുക്ക് വേണേ ഐ.ജിയെ കൊണ്ട് പാടിപ്പിക്കാമല്ലോ. വേണമെങ്കിൽ നമുക്ക് ഇവിടുത്തെ വാതിലേക്ക് സെക്യൂരിറ്റിയെ കൊണ്ട് പാടിപ്പിക്കാമല്ലോ. ഒന്നും വേണം. ഞാനൊരു എഴുത്തെഴുതുവാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് ഇവിടെ പാട്ട് പാടും. അറിയോ? ഞാൻ പറഞ്ഞത് എസ്.പി. ബാലസുബ്രഹ്മണ്യം. പുള്ളിക്കാരൻ ലെജൻഡ് അല്ലായിരുന്നോ? പുള്ളി ദിവംഗതനായി പോയില്ലേ. ഇനി നമ്മൾ എങ്ങനെ ചെയ്യും? ഒരു കാര്യം ചെയ്യാം, ഞാൻ വേണമെങ്കിൽ ആ പാട്ട് പുള്ളിയുടെ പോലെ പാടാം. പിന്നെ ഞാൻ പുള്ളിയുടെ എന്തോരം പാട്ടുകൾ ഗാനമേളയ്ക്ക് വേദി പാടിയിരിക്കുന്നു. പിന്നെ അപ്പൊ ഈ പുള്ളി ഒരു ശ്വാസം പിടിച്ചൊരു പാട്ട് പാടില്ല, മറ്റേ മണ്ണിലുണ്ടാക്കാതെ. ഈ ആൾക്കാർ എന്നോട് എപ്പോ കണ്ടാലും ഈ പാട്ട് പാടുന്നു പറയും. അത് കാരണം ഞാൻ എഴുതി പോക്കറ്റ് ഇട്ടുണ്ട് അടക്കമാണ്. വെണ്ണിലാവും പൊന്നിനദിയും കണ്ണിയിൽ തുണയിன்றി എന്നെ സുഖം എന്നെ പടയ്ക്കും പൊൻമണി സുഖമിன்றി സന്താനവും സംഘത്താമിഴും തെങ്കിടും വസന്തവും സന്ധി വേറും പൊങ്കുമാമൃതം തങ്കിടും കുമുദവും സന്ധി മകളരുകിൽ ഇരുന്താൽ സുവയ്ക്കും കണ്ണിത്തുണയിരുന്നാൽ മുഴുതും കസക്കും വഴിയിനിൽ മൊഴിയിനിൽ നടയിനിൽ ഉടയിനി അതിശയ സുഖം തരും മടങ്ങിവൾ പിറപ്പത് താൻ
നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഒരു വഴി കിടക്കുമ്പോ പുറകിൽ നിന്ന് വിളിക്കരുത്. പച്ചക്കറിയല്ലേ പാട്ടിച്ചോട്ട് വരാം. മണ്ണിൽ ഇன்று കാതലன்றി യാറും വാഴ്കൾ കൂടുമോ. എങ്ങനെയുണ്ട്? അതാ ഞാൻ പറയാ, ഈ പാട്ട് ഞാൻ തന്നെ പാടിക്കോളാം. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഈ സിറ്റുവേഷൻ വെച്ചിട്ട് വേണം നമ്മൾ ഈ ആൽബം ചെയ്യേണ്ടത്. ഏതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ പറയൂ. ആൽബത്തിന്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയില്ലാത്തൊരു കുട്ടി. ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. അച്ഛനും അമ്മയില്ലാത്ത പിള്ളേരുണ്ടാകുന്ന കാലഘട്ടമല്ല ഇത്. ഇനി നല്ല അച്ഛനമ്മയും മരിച്ചു പോയൊരു കൊച്ച്. അയ്യോ, അനാഥയായ പെൺകുട്ടി. അത് പറയാം. ഈ കുഞ്ഞിനെ പിന്നെ വളർത്തിയവർക്കുള്ള മാമനാണ്. മാമൻ എന്ന് പറഞ്ഞാൽ വിതുരയിലാണ് താമസിക്കുന്നത്. വിതുരയിലുള്ള മാമനാണ്. അപ്പൊ ഈ മാമ ഇടയ്ക്ക് വെച്ചൊക്കെ നാട് വിട്ടുപോയി. കുറച്ചു കാലം മാമൻ തിരിച്ചു വരുമ്പോൾ അതൊക്കെ തുറന്ന് നോക്കുമ്പോൾ മാമൻ ഞെട്ടി. ആരെയും പൊടിക്കൊച്ചു വളർന്നു വലിയ കൊച്ചായി. അങ്ങനെ ഈ കൊച്ചിനെ കണ്ടപ്പോൾ മാമന്റെ ഉള്ളിൽ സങ്കടവും സന്തോഷവും എല്ലാം കൂടെ ഒരുമിച്ച് അലതള്ളി പുറത്തേക്ക് വരുന്ന സിറ്റുവേഷൻ. ആദ്യം നമ്മൾ ഈ ക്യാമറ ഈ നായികയുടെ മുഖത്ത് വെക്കും. മുഖത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ പാൻ ചെയ്ത് നമ്മൾ നേരെ മാമന്റെ മുഖത്തേക്ക് പോകണം. വേണ്ട, ഇവിടെ തന്നെ ഇരുന്നോട്ടെ, ഇതാ നല്ല രസം. നിനക്ക് തീരെ വയ്യാടേ. നീ ക്യാമറ ഉണ്ടാക്കാൻ വന്നേ. ഞാൻ ക്യാമറ ഈ നായികയുടെ മുഖത്തുനിന്ന് പോയി പാൻ ചെയ്ത് പോന്നു. ഒരു ഹമ്മിങ്ങോടുകൂടി പോന്നു. മാമന്റെ മുഖത്ത് മാമന്റെ മുഖത്തെത്തി മാമനെ ബൂസ്റ്റ് ചെയ്ത് പാടിക്കോ. കുതിരയിലുള്ളൊരു രവിമാമൻ അരിവാങ്ങാനായി വരി നിന്നു. പരികിട്ടാതെ രവിമാമൻ തിരിവാങ്ങിച്ചു തിരികെ പോയി. കുതിരയിലുള്ളൊരു രവിമാമൻ അരിവാങ്ങാനായി വരി നിന്നു. പരികിട്ടാതെ രവിമാമൻ തിരിവാങ്ങിച്ചു തിരികെ പോയി. തിരിവാങ്ങിച്ചു തിരികെ പോയി. തിരിവാങ്ങിച്ചു തിരികെ പോ. എങ്ങനെയുണ്ട്? ഈ രവിമാമന്റെ അരി ഉണ്ടാക്കാൻ വന്നേന്നോ ഇവിടെ? അല്ല, രവിമാമന്റെ തിരി വായിലിട്ട് കത്തിക്കണം പറഞ്ഞു കേട്ടോ. നീ ആവശ്യമില്ല അതൊന്നും നോക്കടിക്കല. ഇറങ്ങി വാടി ചാട്ട്. നിന്റെ പാട്ടും പാട്ടിന് പുല്ലും വേണ്ട. വാ. കരിനീല കണ്ണുള്ള പെണ്ണേ, നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി. കരിനീല കണ്ണുള്ള പെണ്ണേ, നിന്റെ കവിളത്തു ഞാനൊന്നു നുള്ളി. അറിയാത്ത ഭാഷയിലെങ്ങോ കുളിരളകങ്ങൾ എന്നോട് ചൊല്ലി. കരിനീല കണ്ണുള്ള പെണ്ണേ. അടിക്കല്ലേ? അറിഞ്ഞില്ല, ഇത്രയും ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞില്ല. എന്നോടാരും പറഞ്ഞതുമില്ല. ഞാൻ ആരോട്ട് കാണിക്കാറുമില്ല. ആവശ്യവും സന്ദർഭം വരുമ്പോ മാത്രമേ ഞാൻ ഇത് പുറത്തെടുക്കാറുള്ളൂ. അത് തന്നെ. എന്റെ പൊന്നെണ്ണ നമിച്ചു കേട്ടോ. അസാധ്യപ്പെട്ട സ്വരമാണ് നിങ്ങളെ. ഭയങ്കര ഭംഗിയുള്ള സ്വരമാണ് നിങ്ങൾ. ഇല്ലേ? നല്ല പോയേക്കാം അവിടെ. സ്വരം നന്നെന്ന് പറയുമ്പോ ഇയാളൊക്കെ പറയട്ടെന്തിനാണ്? എന്റെ കാരണവന്മാര് പറഞ്ഞിട്ടുണ്ട് സ്വരം നന്നായിരിക്കുമ്പോ തന്നെ പാട്ട് നിർത്തിയിട്ട് പോകണം. അതിന്റെ ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഒരു ട്യൂൺ വെച്ച് നമുക്ക് ആൽബം അങ്ങ് സെറ്റ് ചെയ്യാം. ഇതുപോലത്തെ ട്യൂൺ വെച്ച് ആൽബം സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വേണേ ഇത് തന്നെ എടുത്ത ആൽബം ചെയ്താൽ പോരെ? യോ റൈറ്റ്സ് വിഷയാവും. കുഴപ്പമില്ല, ഞാൻ വായ്പാട്ട് പാടി അഡ്ജസ്റ്റ് ചെയ്തോളാം. പിന്നല്ലാണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ആൽബത്തിനകത്ത് എന്റെ ഭാര്യ നായിക. അടിപൊളി. അതിന്റെ ഒരു നായകനെ തപ്പട്ടെ ഒന്ന് വിളിക്കട്ടെ. സ്വർണം വെച്ചിട്ടെന്തിന് നാട്ടിൽ തെണ്ടി നടപ്പൂ. ഈ ആൽബം മാത്രമല്ല പരസ്യം ട്യൂൺ ചെയ്യൂല. അയ്യോ, പരസ്യം ട്യൂൺ ചെയ്യുന്നതല്ല. ഇതുപോലൊരു നായകൻ ഈ വീട്ടിൽ വെച്ചിട്ട് പിന്നെ നാട്ടിൽ നായകനെ തപ്പി നടക്കേണ്ട കാര്യമല്ലാണെന്ന്. ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെ. മൂന്ന് പേർക്കും ആദ്യം തന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഫ്ലോറിൽ പെർഫോം ചെയ്യുന്നത്. ഉഷാറായിരുന്നു. തുടക്കം ഗംഭീരം അല്ലേ നസീർക്ക? തീർച്ചയായിട്ടും നല്ലൊരു വരവായിരുന്നു. മൂന്ന് പേരും നല്ല ഉഗ്രൻ ആർട്ടിസ്റ്റുകളാണ് കേട്ടോ. കിടുക്കൻ ആർട്ടിസ്റ്റുകളാണ്. നിങ്ങളുടെ കഴിവുകൾ നേരത്തെ നമുക്കറിയാവുന്നതാണ്. നിങ്ങൾ നല്ല ഫാസ്റ്റായിട്ടും നല്ല ടൈമിങ്ങും ഒക്കെ ഉള്ള ആർട്ടിസ്റ്റാണ്. നല്ലൊരു സബ്ജക്റ്റ് കിട്ടിയുണ്ടല്ലോ. ഇവിടുത്തെ രാജാക്കന്മാരാണ് നിങ്ങൾ ഈ ഫ്ലോറിൽ. അടുത്ത പ്രാവശ്യം അതിനു വേണ്ടി ശ്രമിക്കണം. ഇതിപ്പോൾ ഇങ്ങനെ അങ്ങ് പോട്ടെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. നല്ല പ്ലെയർ കേട്ടോ. നല്ല പ്ലേ എന്ന് പറഞ്ഞാൽ നല്ല ഫാസ്റ്റായിട്ട് നല്ല രസമായിട്ട് നിങ്ങൾ കളിച്ചു. പിന്നെ അറിയാം, ഇതിനു മുമ്പ് നിങ്ങൾ ഒരുപാട് സ്കിറ്റുകളൊക്കെ കളിച്ച് തഴമ്പിച്ച് കിടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ വന്ന് തുടങ്ങി ഒരു ബാലൻസിങ് പ്രശ്നമാണ്. അതായത് ഫസ്റ്റ് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ ഒരു സീസണിൽ കളിക്കാൻ വേണ്ടി ട്രൂപ്പൊക്കെ ഒന്ന് ഫോം ചെയ്ത് ഫസ്റ്റിലത്തെ കളി ചിലപ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ചെറിയ പാകപ്പിഴകൾ പറ്റാം എന്നൊരു സാധ്യതയുണ്ട്. അതേ സാധ്യത തന്നെ ഇവിടെ സംഭവിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ബാക്കിയുള്ള പ്ലേ പരിപാടികളൊക്കെ നന്നായിരുന്നു. അടുത്തതിൽ നിങ്ങൾ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യുന്ന ഉറപ്പാണ് കേട്ടോ. ശർമ്മ ഓടിക്കണം നമുക്ക്. ഓക്കെ, അടിപൊളി. താങ്ക് യു അസിസ്ക. പണ്ട് വേറെ പല ചാനലിലും നമ്മൾ ഇങ്ങനെ സ്കിറ്റ് കളിക്കുന്ന സമയത്തും ഈ സ്കിറ്റില്ലാത്ത സമയത്ത് മനോജിനെ പിടിക്കും. പിടിച്ചിട്ട് മനോജിൻ്റെ ഒരു കഴിവുണ്ടല്ലോ, പാടാൻ കഴിവുണ്ടല്ലോ, അത് വെച്ചൊരു സ്കിറ്റ് അങ്ങ് തട്ടും. അത് പണ്ടേ ഉള്ളതാണ്, സ്ഥിരം. സീരിയസ്ലി ഇതൊന്നും അല്ല, നമുക്കെല്ലാം പൊളിക്കാം. നിങ്ങളൊക്കെ അറിയാലോ, ശർമ്മയായിരുന്നാലും മനോജായിരുന്നാലും ഗ്രീഷ്മയൊക്കെ ഉഗ്ര ആർട്ടിസ്റ്റുകളെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. പൊളിക്കണം നമുക്ക് കേട്ടോ. ഓക്കെ, അടിപൊളി. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അസിസ്ക.
ബ്രോ മനോജ് ചേട്ടാ എന്ത് രസമായിട്ടാ പാടുന്നത്. അടിപൊളി കേട്ടോ. എല്ലാരും കേട്ടോ നല്ലായിരുന്നു. ഗ്രീഷ്മയും ശർമ്മ എനിക്ക് പേരറിയില്ല. ഞാൻ ചേട്ടൻ ഒരുപാട് സ്കിറ്റൊക്കെ കണ്ടിട്ടുണ്ട്. ഗംഭീര പെർഫോമൻസ് ആണ്. അടിപൊളിയായിരുന്നു. ദീപ്തി? എനിക്ക് വളരെ ഇഷ്ടമായി. ഈ സ്കിറ്റിൽ പാട്ടുണ്ടായിരുന്നു, പ്ലേ ഉണ്ടായിരുന്നു, മ്യൂസിക് ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് ഡിഫറെൻറ്റ് ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് ഗോ അഹെഡ് ആൻഡ് വിൻ മോർ. ആൻഡ് എൻ്റെ എല്ലാവിധ ആശംസകൾ. താങ്ക് യു ദീപ്തി. ചിന്നു? എനിക്ക് ആക്ച്വലി 3 പേരെയും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 3 പേരുടെയും കെമിസ്ട്രി ഐ ഫെൽറ്റ് വാസ് അമേസിങ്. പിന്നെ പാട്ടൊക്കെ ഗംഭീരമായിരുന്നു. എസ്പെഷ്യലി അങ്കിളിന്റെ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്കിളോ? തകർന്നു വരവും പോക്കുമെല്ലാം ഇത്ര ശർമ്മ ഒരുപാട് കാല് പിടിച്ചാണ് മനോനെ കൊണ്ട് ഇന്ന് തന്നെ. എനിക്കിനി ഒന്നും പറയാനില്ല. താങ്ക് യു. ഓക്കെ, വെൽക്കം. അപ്പോൾ നമുക്ക് നല്ലൊരു വെൽക്കം കിട്ടി, പ്രത്യേകിച്ച് അങ്കിൾ അല്ല മനോജേട്ടന്. സിർക്കയുടെ മാർക്കിലാണ് വേറെ യാത്ര തുടങ്ങാൻ പോകുന്നത്. തീർച്ചയായിട്ടും തുടക്കം എന്നുള്ള രീതിക്ക് കുറയ്ക്കുന്നില്ല. ഒരു 8 മാർക്ക് കൊടുക്കുക. 8000 രൂപ ചേട്ടാ. അപ്പൊ ഞാനും ഒരു 8 മാർക്ക്. ഓക്കെ, അപ്പൊ ടോട്ടൽ 16,000 രൂപ ആയിട്ടുണ്ട്. സിർക്ക ട്രാൻസ്ഫർ ചെയ്തോ? 35,000 രൂപ തുടക്കം. നല്ല തുടക്കമാണ്. അപ്പം ഈ ഒരു എനർജിയിൽ ഇനി ഒരുപാട് നല്ല നല്ല സ്കിറ്റുകളും കൗണ്ടേഴ്സും ഒക്കെ ആയിട്ട് 3 പേരും വരെ ഒരു ഉഷാർ ടീമാണ്. വെൽക്കം. വെൽക്കം ചേട്ടാ. ചേട്ടാ വെൽക്കം. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം കഴിയാറായി. വല്ലതും അറിഞ്ഞായിരുന്നോ? നിങ്ങൾ മൊത്തത്തിൽ നമ്മുടെ ഷോ എൻജോയ് ചെയ്തല്ലോ? ഫുള്ള് എൻജോയ്ഡ് ആയിരുന്നു. ഞങ്ങൾ ഇതിൽ എൻഗേജ്ഡ് ആയിരുന്നല്ലോ. അത് മതി. ദീപ്തി എങ്ങനെ ഉണ്ടായിരുന്നു? പൊളിച്ചോ. ചിന്നു മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇത് ഐറ്റം വേറെ? നല്ല രസമുണ്ടായിരുന്നു. വി ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. തമാശയുടെ കുടുംബത്തിലാണ് നമ്മൾ വന്നേക്കണം. അപ്പോൾ ഇവിടെ ഒരുപാട് തമാശ നമ്മൾ എൻജോയ് ചെയ്തു. ഇനി തമാശയുള്ളൊരു സിനിമയാണ് താനാര. അത് നിങ്ങളെല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക. കുടുംബത്തോടെ എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക. ഞങ്ങൾ കുറെ കൂടെ ചിരിക്കാനുള്ള കോമഡി സ്കിറ്റും ഒക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.